സ്ക്രോളിങ് ജസ്റ്റ് നിർത്തിയിട്ട് ജസ്റ്റ് കേട്ടിട്ട് പോകും. സോ ഗൈസ് 2025 നമ്മളെല്ലാവരും പറഞ്ഞാണ് നമുക്ക് ബോഡി സെറ്റാക്കണം, ആപ്സ് സെറ്റാക്കണം, മൈൻഡ് സെറ്റാക്കണം, കുറേ ഹാബിറ്റ്സ് കളയണം എന്നൊക്കെ കുറേ ഡിസിഷൻ എടുത്ത് കാണും. കുറേ മോട്ടിവേഷൻ റീൽസ് കാണും, കുറേ മറ്റുള്ളവർ വർക്ക് ചെയ്ത് സെറ്റാക്കിയ ഫിസിക്ക്, മെൻറ്റാലിറ്റി, ഹാബിറ്റ്സ് ഇതെല്ലാം കണ്ട് നമ്മൾ ഇൻസ്പയർ ആവും. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും നാളെ ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, അടുത്ത വർഷം സ്റ്റാർട്ടിങ് ജാനുവരി 1 തുടങ്ങണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളതും ചെയ്യില്ല. ജാനുവരി 1 വരുമ്പോൾ നമ്മൾ പറയും ജാനുവരി 2 ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ നീട്ടിപ്പോയി ലാസ്റ്റ് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അതേപോലെ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഞാനും ഇങ്ങനെയായിരുന്നു, ഒരു പണിയും ചെയ്യൂല, എല്ലാം പറഞ്ഞു നടക്കും, മോട്ടിവേഷൻ മറ്റേത് എന്നൊക്കെ കണ്ട് ഫുൾ മോട്ടിവേറ്റ് ആകും. പക്ഷെ ഞാൻ ചെയ്യൂല ലൈഫിൽ. സോ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഡിസിഷൻ എടുത്തു, സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങണം, എനിക്ക് ആപ്സ് മസിൽ ചെറുതായിട്ടെങ്കിലും വേണം, എനിക്ക് വരണം എന്നുള്ള മൈൻഡ് സെറ്റ് ഞാൻ സെറ്റ് ചെയ്ത് എൻ്റെ ടൈം ഞാൻ എൻ്റെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ചെറിയൊരു ചേഞ്ചസ് എങ്കിലും എനിക്ക് കാണാൻ പറ്റിയത്. എനിക്ക് പറയാനുള്ള കേസ്, നിങ്ങൾക്ക് ഇപ്പോൾ ബോഡി ആയാലും എന്തെങ്കിലും ബിസിനസ് ആയാലും എന്തെങ്കിലും ഒരു ഹാബിറ്റോ എന്തെങ്കിലും കളയാനായാലും നാളാന്ന് പറയില്ലേ, ഇന്ന് ഈ നിമിഷം ഈ ഒരു മിനിറ്റിൽ നിങ്ങൾ തുടങ്ങുക, അത് നിർത്തി. ആ ഒരു ഹാബിറ്റ്, ഇപ്പം ആൽക്കഹോൾ ആവാം, സ്മോക്കിംഗ് ആവാം, അതങ്ങ് നിർത്തി, ഈ ഒരു മിനിറ്റിൽ നിർത്തി. ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ ഓവറോൾ ഒരു പൈസ ഉണ്ടാക്കുന്ന ടൈപ്പ് ലൈഫല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ഒരു ക്യാരക്ടറും സെറ്റാവും, നമ്മൾ ഡെവലപ്പ് ആവും നല്ലപോലെ. സോ അതിൽ നമ്മൾ കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മൾ സെറ്റാണ്. സോ ഗൈസ്, പറഞ്ഞ എല്ലാ കാര്യവും നോട്ട് ചെയ്യുക. സോ പീസ് ഔട്ട്.